ഷിബു എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ പീരുമേട് തന്നെ താമസിക്കുന്നു. ഞാനിപ്പം 2005 ഇവിടെ PDC ജോയിൻ ചെയ്തത്. അങ്ങനെ ഒരു 19 വർഷമായി വെർമി കമ്പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്ത് അതിൻ്റെ സൂപ്പർവൈസിങ്ങും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. നമുക്കിപ്പം വെർമി കമ്പോസ്റ്റിന് ആവശ്യമായത് ഏറ്റവും പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന അഴുകുന്ന ഇലകളാണ് നമ്മൾ വേണ്ടത്. നമുക്കിവിടെ കിട്ടുന്ന ഈ വിവിധയിനം പച്ച ഇലകൾ നമ്മൾ വെളിയിൽ നിന്നും ഈ വർക്കേഴ്സിനെ വെച്ച് വെട്ടിച്ച് നമ്മളിത് ജീപ്പിന് ഇവിടെ കൊണ്ടുവന്ന് ഇത് ചെറിയ ലീഫ് കട്ടറുണ്ട്, ലീഫ് കട്ടറിനകത്തിട്ട് പൊടിച്ച് നമ്മളൊരു 30% ചാണകമായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു 10-15 ദിവസം ഇടുന്നു. ആ ഇടുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളിതിന് നനവ് ചെറിയ രീതിയിൽ നനച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൂട്ടിയിടുന്ന സമയത്ത് ഇതിന് നല്ല ചൂടായതുകൊണ്ട് ഈ ചൂട് കുറഞ്ഞ് ഇത് നവിഞ്ഞ് വരുന്നതിന് വേണ്ടിയാണ് ഈ 15 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇടുന്നത്. ഈ 15 ദിവസം റെസ്റ്റ് ചെയ്യാൻ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഈറ്റിയായിട്ട് ഇതിരിക്കുന്ന ഈ ഫുഡ് നമ്മളിത് വേംസിന് ഇട്ട് കൊടുക്കുന്നത്. വേംസിൻ്റെ ടാങ്കുകളിൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വേംസിൻ്റെ ടാങ്കുകളിൽ ഇടുന്നു. ഇട്ടതിന് ശേഷം ചണച്ചാക്കൊക്കെ ഇട്ട് മൂടി ഇതിനെ ഓരോ ദിവസവും നനയ്ക്കുന്നു. 10-30 ദിവസം നമ്മൾ റെഗുലറായിട്ട് ഇതിനെ നനവ് കൊടുക്കുന്നു. 30 ദിവസം കഴിയുമ്പോഴത്തേന് ഈ ചപ്പയോറുകൾ നന്നായിട്ട് പൊടിയുകയും മണ്ണിര തിന്ന് ഇത് പൊടിഞ്ഞ് പൗഡർ രൂപത്തിലുള്ള പൊടിയായി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നനവ് നിർത്തുന്നു. അതിനുശേഷം നമ്മൾ ചെറിയ കൂനകളായിട്ട് കൂട്ടി ഇതിനെ കമ്പോസ്റ്റ് കളക്ട് ചെയ്ത് വാരിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യൂറായിട്ടുള്ള വെർമി കമ്പോസ്റ്റ് മാർക്കറ്റിൽ ഒരിടത്തും കിട്ടുന്നില്ല. പക്ഷേ തമിഴ്നാട് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുന്നുണ്ട്. കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വരുന്നു. പക്ഷെ അതൊക്കെ ലൈനി അങ്ങനെയുള്ള ഓരോ സാധനം ഒഴിച്ച് അങ്ങനെ കരിയിലേക്ക് കൂട്ടിയിട്ട് അങ്ങനെ പൊടിഞ്ഞ് വരുന്നൊരു മിശ്രിതമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. കാലാവസ്ഥ മണ്ണിരക്കെന്ന് പറയുമ്പം നമുക്ക് ചൂട് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശം പോലെ അതുപോലെ മഴയും നേരിട്ട് അടിക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഷെഡുകൾ വേണം. പിന്നെ നല്ല വായു സഞ്ചാരം കയറുന്ന രീതിയിലായിരിക്കണം. പിന്നെ മെയിനായിട്ട് ഇതിനെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിനെ എലി പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഈ എലിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാങ്കുകൾ കെട്ടി അതിന് എലി കയറാത്ത നെറ്റുകൾ ഇടുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ടാങ്കിന് ഇങ്ങനെ പാത്തി പിടിപ്പിച്ചതിന് ശേഷം അതിനകത്ത് വെള്ളം കെട്ടി നിർത്തുക. കാരണം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിലും ഉറുമ്പ് കയറിയിട്ടാലും ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരും. ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ മണ്ണിര മൊത്തം അത് മണ്ണിര പിടിക്കാനും അല്ല മണ്ണിര കൊന്നു കളയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറുമ്പും ആക്രമിക്കും, എലി ആക്രമിക്കും, പക്ഷികളും പറക്കും. അപ്പോൾ പക്ഷി, എലി, അതുപോലെ ഉറുമ്പ് എന്നിവ കയറാതെയാണ് ഇങ്ങനെയുള്ള ടാങ്കുകളിൽ ഇതിനെ വളർക്കുന്നതും. ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. മണ്ണിര വളമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പ്രോസസ്സിംഗ് എന്താണെന്ന് വെച്ചാൽ മണ്ണിര ഇത് ഈ വേസ്റ്റ് കഴിച്ച് ഈ രീതിയിലുള്ള പൗഡർ പോലത്തെ പൊടിയായിട്ട് അതിൻ്റെ വേസ്റ്റായിട്ട് വരിക. ഇതാണ് വെർമി ഇതുകൊണ്ട് കമ്പോസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ധാരാളം മണ്ണിരയുടെ മുട്ടകളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് ചെല്ലുമ്പം ഈ രാസവളം ഇടുന്ന പോലെ കോൺക്രീറ്റ് പോലെ കിടക്കുമല്ലോ. ഇത് മണ്ണിന് കൂടുതൽ സൂക്ഷ്മജീവികളും ഇത് എല്ലാം ഉള്ളതുകൊണ്ട് മണ്ണിന് നല്ല ഇളക്കം കിട്ടും. അങ്ങനെ പഴയ കാലത്തെ രീതിയിലുള്ള മണ്ണിൻ്റെ ഇളക്കത്തിന് വേണ്ടി ഈ മണ്ണിൻ്റെ ചെടികളുടെ വളർച്ചയ്ക്കും വേരോട്ടത്തിനുമൊക്കെ സഹായിക്കുന്നത്. സോഴ്സ് കൂട്ടുന്നത് നമ്മൾ ചപ്പയോറുകളൊക്കെ ലേബേഴ്സിനെ വിട്ട് വെളിയിൽ വിട്ട് ഈ കാടുകളിലൊക്കെ പോയി അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നെല്ലാം നമ്മൾ പലയിനം പെട്ടെന്ന് അഴുകുന്ന കൂടുതലും ചപ്പയോറുകൾ അത് വെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ജീപ്പിനെ തന്നെ കൊണ്ടുവരും. ജീപ്പിനെ കൊണ്ടുവന്ന് നമ്മളിവിടെ പൊടിച്ച് നമ്മൾ ചാണകം വെളിയിൽ നിന്ന് എടുക്കുകയാണ്. ചാണകവുമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് 10-15 ദിവസം ഇട്ട് കഴിഞ്ഞ് ടാങ്കുകളിലിടുന്നു. ടാങ്കുകളിലിട്ട് കഴിയുമ്പോൾ ഒരു 6 ദിവസം നമ്മൾ നല്ല ചണച്ചാക്കൊക്കെ ഇട്ട് മൂടി അതിൻ്റെ ആദ്യത്തെ ഒരു 10-15 ദിവസം റെഗുലറായിട്ട് നനയ്ക്കുകയും പിന്നെ ഒരു 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ അതിനെ നന കുറച്ച് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവ് വേണം ഇത് പൊടിഞ്ഞ് വരുന്ന ആ സമയത്ത്. ഇപ്പം ഇതിപ്പോൾ നമ്മൾ അരിച്ച് പാക്കറ്റുകളിലാക്കി നമ്മൾ ഇവിടുന്ന് തന്നെ നേരിട്ട് കർഷകർക്ക് കൊടുക്കുകയില്ല. കർഷകർക്കോ അല്ലെങ്കിൽ ഇവിടെ വന്ന് വളം മേടിക്കുന്ന ആൾക്കാർക്കോ അങ്ങനെയാണിപ്പം 20 കിലോ 1 കിലോ അല്ല അങ്ങനെ തോതില്ല, എത്ര കിലോ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ പച്ചക്കറികളായാലും ശരി, കാപ്പി, ഏലം, ഏലത്തിനൊക്കെ ആണെങ്കിലും നല്ല വേരോട്ടം, നല്ല വേര് പിടിക്കാനുള്ള ഗുണമാണ് ഇതുകൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഏത് കൃഷിക്കും, കപ്പയ്ക്കാണെങ്കിലും ശരി, തെങ്ങിനാണെങ്കിലും എല്ലാ വിളകൾക്കും ഉത്തമമായ വളമാണ് ഈ വെർമി കമ്പോസ്റ്റ്. വെർമി കമ്പോസ്റ്റ് എല്ലാത്തിനും ഇടാം. അതുപോലെ തന്നെ രാസവളം മറ്റുള്ള വളങ്ങൾ ഇടുന്ന പോലെ ഇതൊരു ചെടിയുടെ ചൂട്ടിലോ അല്ലെങ്കിൽ മറ്റു മരങ്ങളുടെ കൂടുതലോ ഇച്ചിരി കൂടുതലായി പോയാലോ അതിൻ്റെ ചൂട്ടിൽ കിടന്നാലോ ഒന്നുകൊണ്ടും ഇത് അഴുകലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പെട്ടെന്ന് വേര് പിടിക്കാനും പെട്ടെന്ന് വളർച്ചയ്ക്കും ഉത്തമമായിട്ടുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ
പിന്നെ ഇപ്പോഴത്തെ ഇതിന്റെ പ്രോസസിംഗ് ചാർജ് വെച്ച് നമുക്കിപ്പോൾ എന്താ വെച്ചാൽ വെളിയിൽ നിന്ന് വരുന്ന ലേബേഴ്സ് ചാണകമാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൊട്ട എന്ന് പറയുമ്പോൾ 10 അല്ലെങ്കിൽ 12 കിലോ കാണത്തുള്ളൂ. അതിന് നമ്മൾ 30 രൂപ റേറ്റിലാണ് എടുക്കുന്നത്. പിന്നെ ഈ ചവറ് വെട്ടിക്കൊണ്ട് വരുന്ന വണ്ടിക്കൂലി എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമുക്കൊരു ആവറേജ് 10-25 രൂപ അതിനകത്ത് ഇത് എക്സ്പെൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 30 രൂപ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഒരു കർഷകർ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് ലാഭകരമായിട്ട് ചെയ്യാം. ഇപ്പം ഇതെങ്ങനെയാണ് സാർ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാവരും ഇതിലോട്ട് ഇപ്പോൾ ബാക്കി കെമിക്കലിൽ നിന്നൊക്കെ ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഇതിലോട്ട് ഇപ്പം നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ് ഓർഗാനിക് കർഷകർ നമുക്ക് ഓർഗാനിക്കിന്റെ ഒരു സ്പൈസസിന്റെ ടീ ഫാക്ടറി ഉണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കർഷകരിലെല്ലാവരും ഈ ഇടുക്കി ജില്ലയിൽ 1000, 1500, 1800 സർട്ടിഫിക്കറ്റ് കർഷകരുണ്ട് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ. അപ്പോൾ അവരുടെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മൊത്തം നമ്മൾ ഓർഗാനിക് ഇവിടെ എടുക്കുന്നു. ഓർഗാനിക് എക്സ്പോർട്ടിന്റെ ഒരു ഫാക്ടറി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ ജൈവവളങ്ങൾ തന്നെ വേറെ വളങ്ങൾ നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഹരിത കഷായം അതുപോലുള്ള ഗുണവഞ്ചല അങ്ങനെ പല രീതിയിലുള്ള മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം CPP ഉണ്ട്, BD 500 ഉണ്ട്. അങ്ങനെയും കൊമ്പുവളം അതുപോലുള്ളതൊക്കെ നമ്മൾ കർഷകർക്ക് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു അവയർനെസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് അങ്ങനെ ഇപ്പം നമ്മളിപ്പം കർഷകരിലിപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം കഴിഞ്ഞു പോയതാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അതുകൊണ്ട് ഇപ്പം കർഷകർക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവരെ എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച്. ഇവിടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും കുറഞ്ഞൊരു 10,000, 1500, 2000 സർട്ടിഫിക്കറ്റ് ഓർഗാനിക് കർഷകർ നമുക്കുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഓൾറെഡി എല്ലാത്തിനെ കുറിച്ച് അറിയാൻ പറ്റും. നമ്മൾ ഓരോ സീസണിലും ഓരോരുത്തരും പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഓരോ ഏരിയയ്ക്ക് ഓരോ വില്ലേജുകളിൽ അവർക്ക് ഓരോ സീസണിൽ ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കർഷകർ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് നമ്മൾ ഈ ബൾക്കായിട്ട് ഒരു ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം കാണുമല്ലോ. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് അല്ല, ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത് മറ്റുള്ള ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. കർഷകർ ചെയ്യുമ്പോൾ അവരുടെ പറമ്പിലേക്ക് ആവശ്യത്തിനുള്ളത് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ക്വാളിറ്റി എല്ലാം സെയിം ആയിട്ട് ക്വാളിറ്റി എല്ലാം കറക്റ്റ് സെയിം ആയിരിക്കും. ബെയിംസിനെ ആണെങ്കിൽ